Welcome to BSc Main Physics, Semester 5, Paper 3 Electronics, Unit 2 Continuation Diode Circuits, and this is the 23rd lecture, Ripple Factor and Transistor. We today start the Transistor chapter also, the third unit also we start today. So, ripple factor and transistor, the topic of discussion today. What is ripple factor? The first question, ripple factor. Ripple factor. The input of a rectifier consists of a DC component and AC component. The AC component is undesirable and is known as a ripple. The smaller the ripple, the more effective is the rectifier. More effective is the rectifier. You read it again. The output of a rectifier consists of AC component and DC component and AC component. The AC component is undesirable and is known as ripple. The smaller the ripple, the more effective is the rectifier. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിനകത്ത് ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ ഉപയോഗിച്ചാൽ പോലും റെക്ടിഫയർ ഔട്ട്പുട്ടിനകത്ത് ഡി സിയുടെ കൂടെ അല്പം എ സി ഉണ്ടാകും. ആ എ സി കമ്പോണൻറ്റിനെ വിളിക്കുന്ന റിപ്പിൾ അൺഡിസൈറബിൾ ആണ്, അപലഷണീയമല്ല, അത് വേണ്ട ഒരു സംഗതിയല്ല, അതിന് മാറ്റണം, അത് കുറവായിരിക്കണം, ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ റിപ്പിള് വളരെ കുറവാണെങ്കിൽ ആ റെക്ടിഫയർ മോർ എഫക്റ്റീവ് ആണെന്ന് പറയും, നല്ല റെക്ടിഫയർ ആണെന്ന് പറയും ഈ റിപ്പിൾ തീരെ കുറവാണെങ്കിൽ. അപ്പോൾ റിപ്പിൾ അളക്കുന്ന ഈ ഔട്ട്പുട്ടിലെ എ സി കമ്പോണൻറ്റ് അളക്കുന്ന ഫാക്ടറിനെ വിളിക്കുന്ന പേര് റിപ്പിൾ ഫാക്ടർ. The ripple factor is defined by the equation RF is equal to IAC by IDC. അപ്പോൾ RF IAC by IDC എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് അളക്കുന്നത് വേർ IAC is the effective RMS value of the AC component and IDC is the DC component. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഇക്വേഷൻ RF is IAC by IDC ആണ്. IAC എന്ന് പറഞ്ഞാൽ effective RMS component of the AC component. RMS വാല്യൂ ഓഫ് ദി എ സി കമ്പോണൻറ്റ്, അത് ഔട്ട്പുട്ടിലുള്ള എ സിയുടെ RMS വാല്യൂ ആണ്. ഡി സി എന്ന് പറഞ്ഞാൽ ഐഡിസിക്കൽ ഡി സി കറണ്ട്. എക്സ്പ്രഷൻ ഫോർ RFൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ അതൊരു എക്സ്പ്രഷൻ ഉണ്ട്. യു സീ ദി എക്സ്പ്രഷൻ. By definition, RF is equal to IAC by IDC. IAC by IDC. IAC is given by the equation IRMS square is equal to ഈ IAC തരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് IRMS സ്ക്വയർ ഈസ് IDC സ്ക്വയർ പ്ലസ് IAC സ്ക്വയർ എന്നാണ്. ഈ എഫക്റ്റീവ് RMS വാല്യൂ കേട്ടോ, ഇത് സാധാരണ RMS അല്ല, എഫക്റ്റീവ് RMS. ഈ റെക്ടിഫയർ ഔട്ട്പുട്ടിലെ എഫക്റ്റീവ് RMS ആണ്. AC എഫക്റ്റീവ് വാല്യൂ ആണ്, എഫക്റ്റീവ് വാല്യൂ ഓഫ് AC ആണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂവും DC സ്ക്വയർ കൂട്ടുമ്പോൾ IRMS സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ IRMS സ്ക്വയർ ഇസ് ഈക്വൽ ടു IDC സ്ക്വയർ പ്ലസ് IAC സ്ക്വയർ എന്ന് ഡിഫൈൻ ചെയ്താൽ അവിടെയാണ് ഈ IAC എന്ന് പറഞ്ഞ എഫക്റ്റീവ് വാല്യൂ ഓഫ് AC വരുന്നത്. അപ്പോൾ എന്താണ് IAC സ്ക്വയർ? IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ. അപ്പോൾ ഈ ഇൻപുട്ട് AC യിലുള്ള
IRMS സ്ക്വയറിൽ നിന്ന് IDC സ്ക്വയർ കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് എഫക്റ്റീവ് വാല്യൂ ഓഫ് AC, IAC എന്ന് പറയുന്നത്. അപ്പോൾ IAC സ്ക്വയർ ഈസ് IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ എന്നാണ് ഡെഫിനിഷൻ ഏതിൻ്റെ IACയുടെ. ദാറ്റ് ഈസ് IAC's റൂട്ട് ഓഫ് IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ. അത് നമ്മൾ ഈ ഇക്വേഷനകത്ത് കൊടുക്കുകയാണ്, ആ മുകളിലത്തെ ഇക്വേഷനകത്ത്. Therefore equation 1 or the first equation, മുകളിലത്തെ ഇക്വേഷൻ becomes RFS root of IRMS square minus IDC square by IDC. അപ്പോൾ അത് ആ മുകളിൽ മാത്രം റൂട്ടുള്ളൂ, അത് താഴെ മുകളിൽ റൂട്ടാക്കണം. ദാറ്റ് ഈസ് RFS root of IRMS square minus IDC square by IDC square, സിംഗിൾ റൂട്ടിനകത്താക്കി. അപ്പോൾ അത് IDC സ്ക്വയർ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റൂട്ട് ഓഫ് IRMS സ്ക്വയർ ബൈ IDC സ്ക്വയർ മൈനസ് 1, ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ഓരോന്നിൻ്റെ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കണം. RF ഓഫ് SW റെക്ടിഫയർ, ഒരു ഹാഫ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്താണ്? ഫോർ HW റെക്ടിഫയർ IRMS is Im/2, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. IDC is Im/π. ഈ രണ്ട് വാല്യൂ അങ്ങോട്ട് മുകളിൽ കൊടുക്കുക. ഇക്വേഷൻ 2 becomes RF is root of Im/2 square by Im/π square minus 1. That is root of π square by 4 minus 1. അവിടെ Im square വെട്ടിപ്പോവും. Im square വെട്ടിപ്പോട്ട് root of π square by 4 minus 1, root of 2.47 minus 1, that is root of 1.47. 1.47 റൂട്ട് തെളിഞ്ഞിട്ടില്ല, അതൊന്ന് തിരുത്തി എഴുതണം. റൂട്ട് 1.47, ദാറ്റ് ഈസ് RF is 1.21. അതായത് ഹാഫ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ, എല്ലാ ഹാഫ് റെക്ടിഫയറിനും റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. ഈ നമ്പർ 2, RF of FW റെക്ടിഫയർ, FWR. ഫോർ FWR IRMS is Im/√2. IDC is 2Im/π. Therefore 2Im/π FW rectifier IDC ആണ്. Therefore equation 2 becomes RF is root of Im/√2 square by 2Im/π square minus 1. ഇവിടെ Im square വെട്ടിപ്പോയിട്ട് RF is root of π square by 8 minus 1. അത് അതിൻ്റെ റൂട്ട് കണ്ടാൽ 0.48 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ FW rectifier FWRൻ്റെ റിപ്പിൾ ഫാക്ടർ 0.48 ആണ്. Thus we get the ripple factor of FW rectifier is root of π square by 8 minus 1, which is equal to 0.48. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, define ripple factor, find its value for half rectifier and full wave rectifier. റിപ്പിൾ ഫാക്ടർ ഡിഫൈൻ ചെയ്യുക, ഹാഫ് വേവിൻ്റെ ഫുൾ വേവിൻ്റെ കാര്യത്തിൽ അതിൻ്റെ വില കണ്ടുപിടിക്കുക. ഷോ ദാറ്റ്, അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ മറ്റൊരു ഫോമാണ്, show that the ripple factor for half wave rectifier is 0.48. ഹാഫ് വേവിൻ്റെ റിപ്പിൾ ഫാക്ടർ 0.48 ആണ് തെളിയിക്കുക. ഇപ്പോൾ മുകളിൽ കാണുന്ന ഹാഫ് വേവിൻ്റെ കേസ് എഴുതിയാൽ മതി. ഫുൾ വേവിലും അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ഇവിടെ ആരംഭിക്കുകയാണ്. ആ ചാപ്റ്റർ യൂണിറ്റ് 3 ആണ്. അത് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ട്രാൻസിസ്റ്റർ എന്ന് പൊതുവെ പറയുന്ന പേരാണ് BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ BPT, ബൈപോളാർ ട്രാൻസിസ്റ്റർ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ഓർ BPJT. BPT, BJT, BPJT എന്നെല്ലാം പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററാണ്. സോ ട്രാൻസിസ്റ്റേഴ്സ്, BJT or BPJT, bipolar junction transistor. BJT, we can say BJT.
A BJT is fabricated by growing another junction on the N side of or P side of a diode. ഒരു ഡയോഡിൻ്റെ ഒരു സൈഡിൽ ഒന്നുകിൽ എൻ സൈഡോ പി സൈഡോ ക്രിയേറ്റ് ചെയ്യുക. അതായത് എൻ പി എൻ എന്ന് പറയും. എന്നും പിയും എന്നും, അല്ലെങ്കിൽ പിയും എന്നും പിയും, പി എൻ ബി എന്ന് പറയും. A BJT is fabricated by growing another junction on the N side or P side of a diode. Thus, BJT is a 3-layer device. BJT ഒരു 3 ലെയർ PNP or NPN device ആണ്. ഇതിൻ്റെ ആക്ഷൻ ട്രാൻസിസ്റ്റർ ആക്ഷൻ ഓർ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. എന്താണ് ഈ NPN ട്രാൻസിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്ററിൻ്റെ ആക്ഷൻ കാണിക്കുന്ന ഒരു പടം ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് ചിത്രം നോക്കാം. ഇവിടെ ചിത്രത്തിൽ ഒരു NPN ട്രാൻസിസ്റ്റർ, ഞാൻ മുകളിൽ കാണിച്ചിട്ടുണ്ട്. NPN ട്രാൻസിസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നത് ആ എന്നിൽ കുറേ കുത്തിട്ട് കാണിച്ചിട്ടുണ്ട്, അതെല്ലാം ഇലക്ട്രോൺസ് ആണ്. ആ പിയിലും കുറേ കുത്തിട്ട് കാണിച്ചിട്ടുണ്ട്, അതെല്ലാം ഇലക്ട്രോൺസ് ആണ്. എന്നിലും കുറേ കുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ വ്യത്യാസം, ആദ്യം നമ്മളൊരു അഞ്ചെണ്ണം അവിടെ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺസ്. 5 അല്ല, 5000 അല്ല, 5 ലക്ഷം, അതിൽ കൂടുതൽ കാണാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 5 ഇലക്ട്രോൺസ് നമ്മൾ ഫസ്റ്റ് ബോക്സിൽ കാണിച്ചിട്ടുണ്ട്, എന്നിൽ അടുത്തതിൽ 5 കാണിച്ചിട്ടുണ്ട്, പക്ഷേ മറ്റേതിൽ 4ആണ്. പക്ഷേ പിയിൽ വരച്ചിരിക്കുന്നത് നോക്കി, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. കുത്തിന് പകരം ഒരു സർക്കിളുണ്ട്, അത് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന ഒരു സർക്കിൾ, അത് ഹോൾ എന്ന് പറയും, ഹോൾ. അപ്പോൾ പിയിൽ കുറച്ച് ഹോളുണ്ട്. അപ്പോൾ എന്നിൽ നിന്ന് ഇലക്ട്രോൺ വന്നിട്ട് ഈ പിയിൽ വെച്ച് ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. എന്നിട്ട് ലെസ് നമ്പർ ഇലക്ട്രോണാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ 5 നമ്മൾ 4ആയിട്ട് വരച്ചില്ലേ, ഇത് തന്നെയാണ് ട്രാൻസിസ്റ്റർ ആക്ഷൻ. അപ്പോൾ ഈ സൂട്ടബിൾ പൊട്ടൻഷ്യൽ കൊടുത്താൽ എന്നിലുള്ള ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് പിയിലേക്ക് സഞ്ചരിക്കും, പിയിൽ വെച്ച് ഏതാനും ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഹോൾ കറണ്ട് ഉണ്ടാകും, ഒരു കറണ്ട് ഉണ്ടാകും, ഇവിടെ ഒരു ബേസ് കറണ്ട് ഉണ്ടാകും. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് മാത്രം അടുത്ത എന്നിലേക്ക് വരും. അങ്ങനെ കറണ്ട് കൺട്രോൾഡ് ആകും, കറണ്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ NPN ആദ്യം എന്നെ എമിറ്റർ എന്ന് പറയും, നടുക്കുള്ള PA ബേസ് എന്ന് പറയും, അവസാനത്തെ എന്നെ കളക്ടർ എന്ന് പറയും. എമിറ്റർ ബേസ് കളക്ടർ, അങ്ങനെയാണ് ഇതിൻ്റെ രീതി. അപ്പോൾ അതിൻ്റെ ബാറ്ററി പൊളാരിറ്റിയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ NPNൽ നമ്മൾ എമിറ്റർ ബേസിൽ നെഗറ്റീവ് ആദ്യം വരണം, പോസിറ്റീവ് ബാറ്ററി രണ്ടാമത് വരണം. അതേ ദിശയിൽ തന്നെയാണ് ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത്. എന്നിലേക്ക് പോസിറ്റീവാണ്, ബേസിലേക്ക് നെഗറ്റീവാണ്. ബാറ്ററി പൊളാരിറ്റി നോക്കുക. ആ പുറമെ ഇലക്ട്രോൺസിൻ്റെ പാത്ത് കാണിച്ചിരിക്കുന്നത്, കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് മാത്രമേ ചലിക്കുകയുള്ളൂ. ഇലക്ട്രോൺസിൻ്റെ പാത്ത് ആരോയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺവെൻഷണൽ കറണ്ട്. ഇലക്ട്രോൺ പോകുന്നതിന് എതിരായിട്ടാണ് കൺവെൻഷണൽ കറണ്ട്. നമുക്കറിയാമല്ലോ, കൺവെൻഷണൽ കറണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നിന്നാണ് പോകുന്നത് കാണിക്കേണ്ടത്. ഇവിടെ തിരിച്ച് കാണിക്കുന്നതിന് കാരണം ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺവെൻഷണൽ കറണ്ടിനെ സൂചിപ്പിക്കുക. ഇൻ ആൻ NPN ട്രാൻസിസ്റ്റർ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. NPN ട്രാൻസിസ്റ്ററിലെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഇത് ഫോർവേഡ് ബയസ് causes electrons in the N region, N-type emitter to flow towards in the base. ഇപ്പോൾ ഫോർവേഡ് ബേസ് കൊടുത്താൽ ഇലക്ട്രോൺസ് ബേസിലേക്ക് ചലിക്കും. ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി എമിറ്റർ കറണ്ടായി. ഇതിനെ എമിറ്റർ കറണ്ട് എന്ന് പറയും. There are a few holes in the base. ബേസിൽ ഏതാനും ഹോൾസ് ഉണ്ട്. The base. These holes neutralize some of the electrons. ഹോൾസ് ചില ഇലക്ട്രോൺസിനെ, ചില ഇലക്ട്രോൺസിനെ ന്യൂട്രലൈസ് ചെയ്യും. These constitutes the base current IB. The balance of electrons about 95%. ബാക്കി 95% ഇലക്ട്രോൺസ് ഉണ്ടാകും. The balance of electrons cross over into the collector region and constitute a current. In this way, the entire emitter current flows in the circuit and IC plus IB. അതാണ് ഇക്വേഷൻ. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ അപ്പോൾ ഈ കേസിൽ, ഏത് കേസിൽ IC plus IB ആണ്, എമിറ്റർ കറണ്ട് IC plus IB. ഇതേപോലെ നമ്മൾ PNPയുടെ ആക്ഷനും പറയാം. എങ്ങനെയാണ് PNP പറയുന്നത് നോക്കൂ. അപ്പോൾ അതിന് read in a similar way with change
അപ്പോൾ അത് പി എൻ ബിയുടെ ആക്ഷൻ പറയാനായിട്ട് എൻ പി എൻ്റെ ആക്ഷൻ തന്നെ പറഞ്ഞാൽ മതി. വ്യത്യാസം ഇൻ ദ ഫിഗർ ഡു നോട്ട് ഡ്രോ ഹോൾസ് ഇൻ ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ആക്ഷൻ ചോദിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഈ പി എൻ ബിയുടെ ആക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പടം വരയ്ക്കുമെന്ന് പറഞ്ഞു തരാം. അത് കേട്ട് ഒന്ന് വരച്ച് നോക്കിക്കൊള്ളാം. നമ്മൾ ആ മുകളിൽ എൻ ബി വരും, പി എൻ ബി എന്ന് കാണാം. ആദ്യത്തെ പിയുടെ അവിടെ ഹോൾസാണ് വരയ്ക്കേണ്ടത്. ഒരു 5 ഹോൾസ് വരയ്ക്കണം. അടുത്ത എൻ പി എൻ ബി ആണല്ലോ, അടുത്ത എന്നകത്ത് 5 ഹോൾസ് വരയ്ക്കണം. 5 വട്ടം വരയ്ക്കണം. 1 ഇലക്ട്രോൺ ഓപ്പോസിറ്റ് വരയ്ക്കണം. പിന്നെ അവസാനത്തെ പിയുടെ അകത്ത് 4 ഇലക്ട്രോൺ വരയ്ക്കണം. എക്സ്റ്റേണൽ സർക്യൂട്ടിലെ ബാറ്ററിയുടെ പൊളാരിറ്റി നേരെ മറിക്കണം. പ്ലസ് മൈനസ് ഇങ്ങനെ മറിക്കണം. ഇവിടെ മൈനസ് പ്ലസ് ആണല്ലോ, മൈനസ് പ്ലസ് അത് തിരിക്കണം. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഇലക്ട്രോൺസ് കാണിക്കണം, അതായത് ഈ മൈനസിൽ നിന്ന് പോകുന്നതായിട്ട്. അപ്പോൾ ആരോ മറിഞ്ഞു വരും, ചിത്രത്തിൽ ആരോ മറിഞ്ഞു വരും. അപ്പോൾ എന്തെല്ലാം മാറ്റം വരും? പി എൻ ബി ആക്ഷൻ. അപ്പോൾ പി എൻ ബി ആക്ഷനായിട്ട് ചോദിക്കുന്നില്ല, എക്സ്പ്ലെയിൻ ദി ആക്ഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ചോദിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ചോദിച്ചാൽ എഴുതിയാൽ മതി. ഇനി അഥവാ പി എൻ ബി ചോദിച്ചാൽ പറയേണ്ട കാര്യമാണ്. പടം നമ്മൾ പി എൻ ബി എന്ന് മാർക്ക് ചെയ്യണം. പിന്നെ ഒന്നാമത്തെ പിക്കകത്ത് ഹോൾസ് വട്ടം വരയ്ക്കണം 5 എണ്ണം. രണ്ടാമത്തിനകത്ത് 5 ഹോൾസ് തന്നെ വരയ്ക്കാം. 1 ഇലക്ട്രോൺ ഓപ്പോസിറ്റ് വരയ്ക്കണം. അടുത്തത് 4 വരച്ചാൽ മതി. ബാറ്ററി പൊളാരിറ്റി തിരിക്കണം. 2 ബാറ്ററിയും പൊളാരിറ്റി തിരിക്കണം. എക്സ്റ്റേണൽ സർക്യൂട്ട് ഇലക്ട്രോൺസ് തന്നെ മാർക്ക് ചെയ്യണം. ഇപ്പോൾ മാർക്ക് ചെയ്ത ആലേക്ക് ഓപ്പോസിറ്റായിട്ട് മാർക്ക് ചെയ്യണം. അതാണ്. അപ്പോൾ അതേ രീതിയിൽ എഴുതിയാൽ മതി. നോട്ട് അത് തന്നെ വായിക്കാം. എവിടെയെല്ലാം ഹോളുണ്ട് അവിടെയെല്ലാം ഇലക്ട്രോൺസ് പറയണം, എവിടെയെല്ലാം ഇലക്ട്രോൺസ് ഉണ്ട് അവിടെയെല്ലാം ഹോൾസ് പറയണം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റീഡ് ഇൻ എ സിമിലർ വേ വിത്ത് ചേഞ്ച്. മാറ്റത്തോടെ വായിക്കുക. In the figure, don't draw holes in the external circuit. External circuit holes സഞ്ചരിക്കത്തില്ല, കാരണം എക്സ്റ്റേണൽ സർക്യൂട്ട് കണ്ടക്ടറാണ്. കണ്ടക്ടറിനകത്ത് ഹോളിന് പ്രൊവിഷൻ ഇല്ല. ഹോൾ ഇരിക്കുന്നത് സെമി കണ്ടക്ടറിൽ മാത്രമാണ്. എക്സ്റ്റേണൽ സർക്യൂട്ട് ഇലക്ട്രോൺസ് തന്നെ മാർക്ക് ചെയ്യണം. അപ്പോൾ ആരോ തിരിച്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി ഒരു ട്രാൻസിസ്റ്ററിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. ഏതെല്ലാം തരത്തിലുള്ള ട്രാൻസിസ്റ്റർ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ എന്നൊക്കെ ഉള്ള +2 അത് തന്നെ ഇവിടെ റിപ്പീറ്റേഷനാണ്. There are 3 transistor configurations. Number 1 CB, common base configuration. Number 1 C, number 1 CB, common base configuration. Number 2 C, common emitter configuration. Number 3 CC, common collector configuration. 3 തരത്തിലുള്ള ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ്, രൂപങ്ങളാണ്, ഘടനകളാണ് ഉള്ളത്. ആദ്യം പറയുന്നത് നമ്മൾ കോമൺ ബേസ് കണക്ഷനാണ്. ഈ കോമൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദ വേർഡ് കോമൺ മീൻസ് ഇത് ടെർമിനൽ വിച്ച് ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ്. ദി കോമൺ ടെർമിനൽ ഈസ് യൂഷ്വലി എർത്ത് കണക്റ്റഡ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിനകത്ത് 3 ടെർമിനലാണ് ഉള്ളത്. ഇപ്പോൾ NPN, ഇപ്പോൾ എമിറ്റർ ബേസ് കളക്ടർ. അപ്പോൾ നമ്മളൊരു ട്രാൻസിസ്റ്റർ ചെയ്യുന്നത് ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഇൻപുട്ട് കൊടുക്കാൻ, ഒരു വോൾട്ടേജ് കൊടുക്കാൻ 2 ടെർമിനൽ വേണം. ഔട്ട്പുട്ട് എടുക്കാൻ 2 ടെർമിനൽ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടെർമിനൽ കോമൺ ആയിരിക്കണം. ആ കോമൺ ടെർമിനൽ വെച്ചിട്ടാണ് ട്രാൻസിസ്റ്ററിനെ 3ആയി തരം തിരിക്കുക. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. In a transistor, there are only 3 terminals. They are emitter base collector. And often we apply an input voltage and take an output voltage. Any voltage requires 2 terminals. So input is given into 2 terminals and output is taken from 2 terminals. So 1 terminal is common, and based on that the transistor is classified into 3. Common base is common to both input and output. Common emitter is common to both input and output. Common collector is common to both input and output. The word common means is a terminal which is common to both input and output terminals. The common terminal is usually earth connected, grounded ആയിരിക്കും common terminal. അപ്പോൾ ഇത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു CB കോൺഫിഗറേഷൻ ആണ്. ബേസ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. ബാറ്ററി പൊളാരിറ്റിയും കാണിച്ചിട്ടുണ്ട്.
In this configuration, con base ആണ് കേട്ടോ. In this configuration, the input is applied between the emitter and the base, while the output is taken from the collector and base. Base is common to both input and output. രണ്ടാമത്തെ സി ഇ കോൺഫിഗറേഷൻ ആണ്. എമിറ്റർ ആണ് കോമൺ. നോക്കിക്കുക, എമിറ്റർ ഇൻപുട്ട് ഇവിടെ ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡി സി കൊടുത്തിട്ടുണ്ട്. ഡി സി കൊടുത്തിരിക്കുന്നത് ബൈസിങ് വോൾട്ടേജ് എന്ന് പറയും. അതൊക്കെ നമ്മൾ പുറകെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡി സി എ സി എന്തിനാണ്? എ സി ആണ് രണ്ട് കുത്തിന് ഉള്ളിൽ കൊടുക്കുന്നത്, ഡി സി ആണ് ബാറ്ററി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സർക്യൂട്ട് അല്ല സാധാരണ ഉപയോഗിക്കുന്നത്. ശരിക്കുള്ള സർക്യൂട്ട് വേറെയാണ്. ഇത് പ്രിൻസിപ്പിൾ പഠിക്കാനുള്ള സർക്യൂട്ടുകളാണ്. ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ ഒരു ഡി സി വേണം, അതിന് ബാറ്ററി, പിന്നെ ഒരു എ സി ഇൻപുട്ടായിട്ട് കൊടുക്കും, മറ്റൊരു എ സി ഔട്ട്പുട്ടായിട്ട് എടുക്കും. അതിനുള്ള കോമൺ ടെർമിനലാണ് ഇവിടെ പറയുന്ന കോമൺ എമിറ്റർ, കോമൺ കളക്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻ ദിസ് കോൺഫിഗറേഷൻ എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ലാസ്റ്റ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇതാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇൻ ദിസ് കേസ് കളക്ടർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇപ്പം സി ആണ് നടുക്ക് വരച്ചിരിക്കുന്നത്, അത് കോമൺ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യന് പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യം ഞാനിവിടെ പറയുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ മോർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. എക്സ്പ്ലെയിൻ ദ 3 ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ്. അത് നമ്മൾ ജസ്റ്റ് മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ എ സി കോൺഫിഗറേഷൻ ഇസ് മോസ്റ്റ് പോപ്പുലർ ഇൻ ആംപ്ലിഫയേഴ്സ്. നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് പഠിക്കും. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് സി ട്രാൻസിസ്റ്ററാണ്. കോമൺ എമിറ്ററാണ് ഇതിന് കാരണം. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ കറണ്ട് ഗെയിൻ, വളരെ കൂടിയ കറണ്ട് ഗെയിൻ ആണ്. ഇറ്റ് ഹാസ് ലാർജ് വോൾട്ടേജ് ഗെയിൻ, അബൌട്ട് 15,000 ടൈംസ് വോൾട്ടേജ് ഗെയിൻ വളരെ കൂടുതലാണ്. ഇറ്റ് ഹാസ് ഹൈ പവർ ഔട്ട്പുട്ട് 40 dB. DBയിലാണ് പവർ അളക്കുന്ന, DB പവർ അളക്കുന്ന ഒരു യൂണിറ്റാണ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പഡൻസ് ആണ് സ്യൂട്ടഡ് ഫോർ മെനി ആപ്ലിക്കേഷൻസ്. പല ആപ്ലിക്കേഷൻ യോജിച്ച രീതിയിലാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഇമ്പഡൻസുകൾ കോമൺ എമിറ്ററിനെ. ഇറ്റ് പ്രൊഡ്യൂസസ് ഫേസ് റിവേഴ്സൽ ഇൻ ഇൻപുട്ട് സിഗ്നൽ വിച്ച് ഈസ് സംടൈംസ് അഡ്വാൻറ്റേജസ്. ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൽ ഇൻപുട്ട് കൊടുത്താൽ അതിന് ഫേസ് ഇൻവെർട്ട് ചെയ്തിട്ടാണ് ആ വേവ് ഫോം മറിഞ്ഞാണ് കിട്ടുന്നത്. അത് ചില കേസുകളിൽ വളരെ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ നമ്മൾ ഓസിലേറ്ററൊക്കെ പഠിക്കും. ഓസിലേറ്ററൊക്കെ നിർമ്മിക്കാനായിട്ട്, LC ഓസിലേറ്റർ നിർമ്മിക്കാനായിട്ട് ഈ ഫേസ് റിവേഴ്സ് അത്യാവശ്യമാണ്. അപ്പോൾ സി ആംപ്ലിഫയർ, സി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വേവിൻ്റെ ഫേസ് ഇൻവെർട്ട് ചെയ്യും. ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് വലുതാക്കി ഈ ഓപ്പോസിറ്റ് ഫേസിലാണ് നമുക്ക് തരുന്നത്. അത് അഡ്വാൻറ്റേജസ് ആണ്. That is all with your 23rd lecture on electronics. Thank you very much.